ഹലോ കൂട്ടുകാരെ, ദേവൂട്ടി ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതിൽ ബീഫ് വളർത്തുന്നതാണ് കാണിക്കുന്നത്. ബീഫെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നീരാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് പിടിച്ചാൽ മോനെ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്തു. ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് നല്ല ഞെരടി മിക്സ് ഇതൊന്ന് അടച്ച് കുക്കർ ചേർത്ത് അടുപ്പ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 6-7 വിസിലടിപ്പിക്കുക. 6 വിസിലടിച്ച് വരട്ടെ, എന്നാലേ ഇത് വേവുള്ളൂ. കുഴപ്പമില്ല, നല്ല മയമുള്ള ഇറച്ചിയാണ്. സവോളയെല്ലാം അരിഞ്ഞെടുക്കുവാണെങ്കിൽ ജാതിക്ക് മൂർച്ച കൊടുക്കുമായിരുന്നു. നല്ല മൂർച്ചയാണ് കണ്ടോ, നല്ല സ്പീഡിൽ അരിയാൻ പറ്റുന്നത്. എനിക്കിങ്ങനെ അരിയുന്ന എളുപ്പം. സവോള എല്ലാം അരിയുവാണ്. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം മിക്സിയിൽ അടിച്ച് ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്കൊന്ന് തേങ്ങ എടുത്ത് വെച്ചിരിക്കുക. തേങ്ങാക്കൊത്തിനാണ്. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ. ഇതുണ്ടോ ക്യാപ്സിക്ക, കണ്ടോ? ഇത് ഞങ്ങളുടെ കടയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. 2 കളറിൽ. ഞാൻ ഭംഗിക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്നതാണ്. എടുത്തായിരുന്നു അഴുക്കായി പോവും. എന്തേലും ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ. ഞാൻ പിന്നെ ഒരു രസമാണല്ലേ, അതിനിങ്ങനെ ഇവിടെ വെച്ചിരിക്കുമായിരുന്നു. 2 എണ്ണം കൂടെ ഇങ്ങനെ വെച്ച് നല്ല ഭംഗിയുണ്ട്. എല്ലാവരും വരുന്നവരൊക്കെ ചോദിച്ചത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പ്ലാസ്റ്റിക് അല്ല കേട്ടോ, എല്ലാത്തയാണ്. കണ്ടോ പച്ച. നമുക്ക് കടയുണ്ട്, കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. രസം കണ്ടുകൊണ്ട് എടുത്തോണ്ട് വന്നു. നല്ല ഭംഗിയില്ല ഇരിക്കുന്നതാണ്. സൂപ്പറല്ലേ. ഇവിടെ ആങ്ങളെയും നമ്മൾ അടി ഉണ്ടാക്കുവാണ്. കാണിക്കും ഞാൻ മോന്ത ഒന്ന് അടങ്ങിയിരുന്നു. ഇവിടെ ഞാനാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സവോള വഴറ്റി മാറ്റി വെക്കുവേ. സവോള വഴറ്റുവാണേ. നല്ല രീതിയിൽ ഒരു കറിയാണ്. ഞാനിങ്ങനെ വെക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയാണ് മൂപ്പിച്ചെടുക്കുന്നത്. തേങ്ങാക്കൊത്ത്, ഈ മുളകൊന്ന് മൂക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ. അല്ലെങ്കിൽ അത് സവോളയോട് ഇട്ട് അത് ശരിക്കും മുളക് മൂത്ത് വരിക. മുളക് പൊടി തികഞ്ഞില്ല, അപ്പോൾ കുറച്ചുകൂടി എടുത്തിടുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത്. വലക്കുന്നതുകൊണ്ട് ഒത്തിരി മല്ലിപ്പൊടി ഒന്നും വേണ്ട, ശകല.
ഒലത്താ ബീഫ് ഒലത്തുക. ഞാൻ സവോള വേറെ മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ്, വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. മസാലയുടെ ചവയ്ക്കും ഉണ്ടോ? നമ്മൾ മേടിക്കുന്നതാണ്, ഇതെല്ലാം കൂടെ ചതച്ചതാണ്, എല്ലാം ചതച്ച് വെച്ചിരിക്കുക, പൊടിച്ച് വെച്ചിരിക്കുക. അതാ ഇട്ട് കൊടുക്കണം. കുറച്ച് ഇട്ടായിരുന്നു ഞാൻ, ഈ വീഡിയോ എടുത്തില്ല. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കരിവേപ്പിലൂടെ ചേർത്ത് വെച്ച സവോള ഇത് ചേർത്ത് കൊടുക്കുന്ന ഇപ്പോഴാണ് ഞാൻ. ഇറച്ചിയിലെല്ലാം പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി സെറ്റാക്കി ഇതിനകത്ത് കിടന്ന് മൂത്ത കൊടുക്കില്ല. എന്താ വെള്ളമയമൊന്നുമില്ലാതെ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലോട്ട് എടുക്കാവേ. ബീഫ് ഒലത്തിയത് അപ്പം ഞങ്ങളുടെ കണ്ടോ കറിയൊക്കെ നല്ല പരുവത്തിൽ നല്ല റെഡിയായി. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. പുകയൊക്കെ പറക്കുന്നുണ്ട്, ഞാൻ അടുപ്പേന്ന് കോരിയതാണ്. അപ്പം ഞങ്ങളെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണേ. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണാൻ മറക്കല്ലേ. ബൈ.